എങ്കിലും ഇപ്പോഴത്തെ ഈ സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രത്തെ എടുത്തൊന്ന് തല കീഴായി മറിച്ചിട്ട് സാധാരണ നമ്മൾ പറയുന്ന ഓർഡറിൽ നിന്ന് വ്യത്യസ്തമായി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് പുറകോട്ട് പോയി ചരിത്രത്തിന്റെ പുറകോട്ടുള്ള ഒരു പ്രയാണം നടത്തിയാലോ എന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾ സഹകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണഗതിയിൽ ചരിത്രം പറയുമ്പോൾ അതിന്റെ തുടക്കം മുതൽ പറഞ്ഞു വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു അസൗകര്യം എന്താന്ന് വെച്ചാല് സമകാലീന കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ നമ്മുടെ സമയം ചിലപ്പോൾ തികയാതെ വരും. നമ്മളാണെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ സമകാലീന കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ സമയത്തെ അറബി ഭാഷ, അതിന്റെ വികാസം, അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ കൂടുതലായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇതിന്റെ മുൻഗാമികളായ ഇമ്രുൽ ഖൈസിനെയും അതേപോലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പുറകോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നാട്ടുകാരായ ഒന്ന് രണ്ട് പേരെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ കവി ഹാഫിൽ ഇബ്രാഹിം അറബി ഭാഷയെ കുറിച്ച് പറയുന്നുണ്ട്. അനൽ ബഹറു ഫീ അഹ്ശാഇഹി ദുർറു കാമിനുൻ ഫഹൽ സഅലുൽ ഗുവാസ അൻ സദഫാതി. അറബി ഭാഷ സംസാരിക്കുന്നു. അറബി ഭാഷ അതിനോട് ജനങ്ങൾ കാണിക്കുന്ന വിപ്രതിപത്തിയിൽ വിലപിച്ചുകൊണ്ട് അതിന്റെ കരച്ചിൽ വാക്കുകളായി മാറ്റിക്കൊണ്ട് ഹാഫിൽ ഇബ്രാഹിം രചിച്ച കവിതയാണിത്. റജഅതു ലിനഫ്സി ഫത്തഹംതു ഹസാതി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. വനാദൈതു ഖൗമി ഫഹ്തസബ്തു ഹയാതി. എൻ്റെ ജനങ്ങളെല്ലാം ഞാനൊന്ന് വിളിച്ചുകൂട്ടി. എന്താണ് നിങ്ങൾക്ക് എന്നോട് താല്പര്യക്കുറവ് തോന്നാൻ കാരണം? എന്തു പറ്റി? ഈ ചിറ്റമ്മ നയം എന്നോട് നിങ്ങൾ കാണിക്കുന്നു. റമൗനി ബിഉഖുമിൻ ഫിശ്ശബാബി വലൈതനി അഖിംദു വലം അജിസ ലിഖൗലി ഉദാതി. എനിക്ക് പ്രത്യുൽപാദന ശക്തി നഷ്ടപ്പെട്ടു പോയി. എന്നിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആ പ്രത്യുൽപാദനത്തിലുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരു അക്കീമായി ഞാൻ മാറിപ്പോയി എന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ അങ്ങനെ ആയിപ്പോയിരുന്നെങ്കിൽ എന്നാൽ എനിക്ക് വിഷമം തോന്നുമായിരുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അനൽ ബഹറു ഫീ അഹ്ശാഇഹി ദുർറു കാമിനുൻ. ഞാനൊരു വലിയ പാരാവാരമാണ്, ഒരു വലിയ കടലാണ്, ഒരു വലിയ സമുദ്രമാണ്. എൻ്റെ ഉള്ളിൽ ധാരാളം മുത്തുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഫഹൽ സഅലുൽ ഗുവാസ അൻ സദഫാതി. മുങ്ങുന്ന എൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പി ആൾക്കാരോട് എന്നിലുള്ള മുത്തുകളെ കുറിച്ച് അവർ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്? എന്തെല്ലാം സേവനങ്ങളെങ്കിലും ചെയ്യാൻ കഴിയും? എൻ്റെ സൃഷ്ടികൾ എത്ര മഹോന്നതമായിരിക്കും, എൻ്റെ കഴിവുകൾ എത്ര പരിമിതിയില്ലാത്തതായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അറബി ഭാഷ വിലപിക്കുന്ന, അറബി ഭാഷയുടെ ഈ കരച്ചിൽ കവിതയാക്കി മാറ്റിയ ഹാഫിൽ ഇബ്രാഹിമിന്റെ കവിതകൾ നമുക്ക് കാണാം. അപ്പോൾ ധാരാളം പേര് ഈ മഹത്തായ ഭാഷ, ലോക മുസ്ലിങ്ങളുടെ ഭാഷ, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയായതുകൊണ്ട് നാം ഒക്കെ ആദരിക്കുകയും ഇസ്ലാമിന്റെ ഭാഷയായതുകൊണ്ട് നാം ഒക്കെ സ്നേഹിക്കുകയും റസൂലുള്ളാഹിയുടെ ഭാഷയായതുകൊണ്ട് നാം ഒക്കെ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മഹത്തായ ഭാഷയ്ക്ക് വേണ്ടി ശബ്ദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ നാട്ടുകാരായ കുറെ ആൾക്കാരുണ്ട് ഈ ആധുനിക യുഗത്തിൽ. നമ്മളൊക്കെ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകാം അവരൊക്കെ ചെയ്ത അറബി ഭാഷാ സേവനത്തെ കുറിച്ച്. ആദ്യമായി എനിക്ക് ഓർമ്മ വരുന്നത് ഹക്കീം PBK മൗലവിയാണ്. എറണാകുളത്ത് ജീവിച്ചിരുന്ന, ഇടപ്പള്ളിയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ അറബി പണ്ഡിതനായിരുന്നു. അറബി ഭാഷയിലെ ആധികാരികമായ ഒരു ഡിക്ഷണറി എഴുതിയ ഫറായിദു തുല്ലാബ് എന്ന പേരിൽ ആദ്യമായി ഒരു ഡിക്ഷണറി, പിന്നെയും അദ്ദേഹം ഡിക്ഷണറികൾ രചിച്ചിട്ടുണ്ട്. ആദ്യമായി ചെറുതാണെങ്കിൽ പോലും വളരെ ആധികാരികമായ ഒരു കാലഘട്ടത്തിൽ മുഅല്ലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും മുദരിസുകൾക്കും ഒക്കെ റഫറൻസ് ആയിരുന്ന, അവരൊക്കെ മറിച്ച് നോക്കിയിരുന്ന ഒരു ഡിക്ഷണറിയുടെ കർത്താവായിരുന്നു അദ്ദേഹം. വലിയ കവിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു,
മലയാളിയായിരുന്ന ഹക്കീം ബീബിയൊക്കെ മൗലവി. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ബാഫക്കി തങ്ങൾ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ബാഫക്കി തങ്ങൾ മരിച്ചപ്പോൾ അദ്ദേഹം ബാഫക്കി തങ്ങളെ കുറിച്ച് ഒരു വിലാപ കാവ്യം എഴുതി. അലൽഹംദുലിൽ ബാഖി തആല ബി വഹദതി യമൂതു യുമീതു വയുഹീ മൻ യശാഉ ബിസുന്നതി എന്ന് തുടങ്ങി ബാഫക്കി തങ്ങളുടെ മരണത്തെ കുറിച്ചുള്ള വിലാപ കാവ്യം എഴുതി പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. ഇങ്ങനെ കവിത രചിക്കാനും ധാരാളം വിഷയങ്ങളെ കുറിച്ച് അറബിയിൽ എഴുതാനും ഒക്കെ കഴിവുണ്ടായിരുന്ന അത്തരം ആൾക്കാര് ഈ ഭാഷയ്ക്ക് വേണ്ടി ശ്രമിച്ചവരായിരുന്നു. ഈ ഭാഷയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. അതേപോലെ തന്നെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട വ്യക്തിത്വമാണ്. മലയാളിയായിരുന്ന, കേരളത്തിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് വിദേശങ്ങളിൽ തന്റെ കഴിവ് മുഴുവൻ പ്രകടിപ്പിക്കുകയും ലാസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അറബി ഭാഷാ സേവനത്തിനും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രചരണത്തിനും വേണ്ടി ആലുവയിൽ ഒരു സ്ഥാപനം തന്നെ ഉണ്ടാക്കി അസ്ഹറുൽ ഉലൂമിന്റെ സ്ഥാപകനായിരുന്ന ബഹുമാന്യനായ ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി ഭാഷയ്ക്ക് വേണ്ടി, അറബി ഭാഷയ്ക്ക് വേണ്ടി വലിയ സേവനം ചെയ്തയാളാണ്. മലയാളത്തിലെ ഇരുത്തം വന്ന എഴുത്തുകാരനായിരുന്ന തകഴിയുടെ വിശ്വപ്രസിദ്ധമായ ചെമ്മീൻ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളായിരുന്നു ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി. ഇവരെയൊക്കെ കുറിച്ച് നമ്മുടെ ഈ ഇന്ന് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായിരുന്ന മഹാനായ ഉമർ ഖാദി എത്രയോ പ്രസിദ്ധനായിരുന്നു. എല്ലാ വിഷയത്തിലും, ചരിത്രത്തിലും, സ്വാതന്ത്ര്യ സമരത്തിലും, ഇസ്ലാമിക പ്രവർത്തനത്തിലും, വൈജ്ഞാനിക പ്രചരണത്തിലും, അറബി ഭാഷയുടെ വളർച്ചയ്ക്കുമൊക്കെ എത്രയോ വലിയ സംഭാവന ചെയ്ത മലയാളിയായിരുന്നു മഹാനായ ഉമർ ഖാദി. കേരളത്തിന്റെ ചരിത്രത്തിൽ ലാ ജിബായത്തലി അർളില്ല എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വ്യക്തിയായിരുന്നു ഉമർ ഖാദി എന്ന് ചരിത്രം പറയുന്നു. ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ജനങ്ങളോട് അവരുടെ ഭൂമിക്ക് നികുതി ആവശ്യപ്പെട്ടപ്പോൾ അത് തരില്ല എന്നും ലാ ജിബായത്തലി അർളില്ല, അള്ളാഹുവിന്റെ ഭൂമിക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആ മഹാൻ അറബി ഭാഷയ്ക്ക് വേണ്ടി അറബി ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും അറബി ഭാഷയുടെ വികാസത്തിനു വേണ്ടി ഒട്ടേറെ പ്രവർത്തിക്കുകയും ചെയ്ത മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ഉമർ ഖാദി. നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്തുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ കവിതകൾ. അതെല്ലാം ഇവിടെ അതിൽ നിന്ന് ചില സാമ്പിളുകൾ പോലും സമർപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞിങ്ങ് പോവുകയാണ്. ഉമർ ഖാദി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രവാചക മദ്ഹ് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് അവസാനിക്കുന്ന 5 ലൈനുകളായിട്ടുള്ള ഒരു വലിയ മദ്ഹുൻ നബിയുണ്ട്. അതേപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയത് മഹാനായ അദ്ദേഹം റസൂലുള്ളാഹിയുടെ മദ്ഹ് അറബിയിലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി. നമുക്കറിയാം, അറബി ഭാഷയിൽ 28 അക്ഷരം ഉണ്ടെങ്കിലും 13 അക്ഷരം പുള്ളിയില്ലാത്തതും 15 പുള്ളികൾ ഉള്ളതുമാണ്. ഈ 13 അക്ഷരങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുൻ നബി കവിത രചിച്ചയാളാണ്. അതേപോലെ തന്നെ പുള്ളിയുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 18 അക്ഷരങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദ്ഹുൻ നബി കവിത രചിച്ചു. ഇങ്ങനെ 3 പ്രധാന കവിതകൾ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് അറബി ഭാഷയിൽ രചിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു മലയാളിയായിരുന്ന ഉമർ ഖാദി അവർ. അതേപോലെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു മഹാനായ അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമേ ഇത് പറഞ്ഞത് ഒരുപക്ഷെ ലാസ്റ്റ് പറയാൻ വെച്ചാൽ ഇത് പറയാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. മഹാനായ അബുൽ ഹസൻ അലി നദ്വി ഇന്ത്യക്കാരനായ പണ്ഡിതനായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിനും അറബി ഭാഷയുടെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി എന്ന് തുടങ്ങുന്ന ഒട്ടേറെ മഹാന്മാർ. അബുൽ ഹസൻ നദ്വിയെ കുറിച്ച് ഞാൻ പറയട്ടെ, അറബി ഭാഷയില്, അറബി പ്രവർത്തന മേഖലയിൽ ഒരു ഇന്റർനാഷണൽ സംഘടനയ്ക്ക് തന്നെ രൂപം നൽകിയ മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, മുസ്ലിം വേൾഡ് ലീഗ്. എന്നാൽ റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമി എന്റെ പേരിൽ ഒരാഗോള സംഘടന, അറബി സാഹിത്യത്തിനു വേണ്ടി,
ഒരാഗോള സംഘടനയ്ക്ക് രൂപം നൽകുകയും അതിന്റെ പ്രവർത്തനത്തിന് തന്റെ മരണം വരെ നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബുൽ ഹസൻ അലി നദ്വി അവർ. സാന്ദർഭികമായി ഞാൻ ഓർക്കുന്നു, അറബി ഭാഷയുടെ വികാസത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞൊരു ചെറിയ കാര്യം നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് ഈ പണ്ഡിതൻ എന്ന് പറയാതെ ആലിം എന്ന പ്രയോഗം എന്തുകൊണ്ട് നിങ്ങൾക്ക് സാർവത്രികമാക്കിക്കൂടാ? ഈ പണ്ഡിതൻ എന്നത് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം സാന്ദർഭികമായി ഒരിക്കൽ വിദ്യാർത്ഥികളോടുള്ള ഭാഷണം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വാക്കിലും പ്രവൃത്തിയിലും അറബി ഭാഷയെ വളർത്തേണ്ടുന്നതിന്റെ, അറബി ഭാഷാപരമായ ഒരു സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി. അതേപോലെ തന്നെ സാഹിത്യത്തിലെ ഒരു ഇസ്ലാമിക സാഹിത്യം എന്ന നിലയിൽ അൽ അദബുൽ ഇസ്ലാമി, അദബിനെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. അദബ് നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണ്, നമ്മളൊക്കെ മദ്രസ പോലെ പഠിക്കുന്നതാണ്. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ് അർത്ഥം. സാഹിത്യത്തിലും ആ വാക്ക് തന്നെയാണ് അറബിയിൽ പറയുന്നത്, അൽ അദബുൽ അറബിയൻ, അറബി സാഹിത്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ അറബി സാഹിത്യത്തിൽ അദബ് ഇല്ലാതായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് മര്യാദയും ബഹുമാനവും അതുപോലുള്ള പരിഗണനകളൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ അദബിലേക്ക് നമ്മൾ അദബ് തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് അൽ അദബുൽ ഇസ്ലാമി എന്നൊരു ശാഖ, ഇസ്ലാമിക സാഹിത്യം എന്ന നിലയിൽ അറബി സാഹിത്യത്തെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഒരു മാറ്റം അതിൽ ഉണ്ടാക്കണം. മൂല്യവത്തായ ഒരു സാഹിത്യ സൃഷ്ടിയിലൂടെ അറബി ഇസ്ലാമിക സാഹിത്യം എന്നൊരു പ്രത്യേക ശാഖ വളർത്തിക്കൊണ്ടുവരണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും പറയുകയും തന്റെ രചനകളിലൂടെ, ശ്രദ്ധേയമായ തന്റെ കൃതികളിലൂടെ ആ കാര്യത്തിൽ വലിയ സേവനം നിർവഹിക്കുകയും വഴികാട്ടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു ബഹുമാന്യനായ അബുൽ ഹസൻ അലി നദ്വി. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട വ്യക്തിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി. ഹസ്സാൻ അൽ ഹിന്ദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യക്കാരനായിരുന്നു. ഹസ്സാൻ നമുക്കറിയാം, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഷാഇറുൻ നബി, നബിയുടെ കവി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ പ്രവാചക പ്രശംസയിൽ ഉന്നതമായ പേര് നേടുകയും വലിയ വലിയ കൃതികൾ രചിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ ഹസ്സാൻ എന്ന അപരാഭിധാനത്താൽ അറിയപ്പെടുകയും ചെയ്ത വലിയൊരു പണ്ഡിതനും കവിയുമായിരുന്നു ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി. ഷാ വലിയുല്ലാഹി ദഹ്ലവിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അറബി ഭാഷയിൽ മാത്രമല്ല ഹദീസ് ചരിത്രത്തിലും ഇസ്ലാമിക വിജ്ഞാനത്തിലും എല്ലാത്തിലും ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇത്തരം ഈ മഹാന്മാരൊക്കെ ഈ കാലഘട്ടത്തിൽ, അഥവാ അറബി ഭാഷാ ചരിത്രത്തിന്റെ ആധുനിക കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കാലയളവിൽ, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സമയത്ത് പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനത്തിനും അതേപോലെ തന്നെ അറബി ഭാഷാ സാഹിത്യത്തിനും വേണ്ടി വളരെ വലിയ സംഭാവനകൾ നിർവഹിച്ച ആൾക്കാരായിരുന്നു ഇവരൊക്കെ. സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്, ഡോക്ടർ മൊയ്തീൻ ആലുവ അദ്ദേഹത്തിന്റെ ഒരു അറബി ഭാഷയെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥത്തിൽ അറബി ഭാഷയുടെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അറബി ഭാഷയുടെ ഒരു പ്രത്യേകത, അത് നമ്മൾ എഴുതി ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. ഇടത്ത് നിന്ന് വലത്തേക്ക് എഴുതുന്ന ഭാഷകളൊക്കെ നമ്മൾ എഴുതി നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്കാണ് എഴുതി പോകുന്നത്. എന്നാൽ അറബി നമ്മളെ വലത്ത് നിന്ന് ആരംഭിച്ച് എഴുതി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന്. അതേപോലെ തന്നെ അറബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു ഗുളിക ഭാഷ എന്നാണ്. അതായത് വളരെ ചെറിയ ഒരു പദങ്ങളിൽ പോലും വലിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്ത കഴിവ് ഈ മഹത്തായ ഭാഷയ്ക്കുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിലെ അസ്സമദ് എന്ന വാക്ക് നമുക്കൊക്കെ പരിചിതമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതേപോലെ തന്നെ പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഇഹ്സാനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി പറയുന്നുണ്ട്, ഉബുദില്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ആരാധിക്കുക, കഅന്നക തറാഹ്, നീ അവനെ കാണുന്നത് പോലെ. ഫഇൻ ലം യകുൻ യറാക ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഹദീസിൽ 2 സെന്റൻസ് ഉണ്ട്. അത് മാത്രമാണ് എന്റെ ഉദ്ദേശം. ഒന്ന് തറാഹു, മറ്റൊന്ന് യറാക്ക. ഈ തറാഹു എന്നതിന്റെ അർത്ഥം 4 അക്ഷരമുണ്ട്. തറാഹു. ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്.
അതായത് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും, അതായത് ക്രിയയും കർത്താവും കർമ്മവും ഒക്കെയുള്ള ഒരു പൂർണ്ണമായ സെന്റൻസ് 4 അക്ഷരത്തിൽ തറാഹു, നീ അവനെ കാണുന്നു. അതേപോലെ തന്നെ ഹദീസിന്റെ മറ്റു ഭാഗത്ത് വരുന്നുണ്ട് തറാഹു ഫഇന്നഹു യറാക, നിന്നെ അവൻ കാണുന്നു. ഇതിലുണ്ട് ഫേലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലുണ്ട്, 4 അക്ഷരങ്ങൾ. ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് വളരെ ചെറിയ ഈ പദങ്ങൾ കൊണ്ട് വലിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഡോക്ടർ മൊഹീദ്ദീൻ ആലുവൈ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അറബി ഭാഷയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടുകാരായ ഈ ആൾക്കാർ, ഈ പണ്ഡിതന്മാർ, ഈ മഹാന്മാർ മഹത്തായ ഭാഷയ്ക്ക് വേണ്ടി ഒത്തിരി സംഭാവനകൾ ചെയ്ത, നമ്മളൊക്കെ ഒരു പുരുഷായുസ് മുഴുവൻ ചിലവഴിച്ചാലും വായിച്ചും പഠിച്ചും തീർക്കാൻ കഴിയാത്തത്ര സേവനങ്ങൾ ഈ ഭാഷയ്ക്ക് വേണ്ടി ചെയ്തവരാണ് നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ വയനാട്ടിൽ നടന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചും പ്രകൃതി ദുരന്തത്തെക്കുറിച്ചും അറബിയിൽ കവിതയുണ്ടായിരുന്നു, മലയാളികൾ എഴുതിയതാണ്. അതേപോലെ തന്നെ മഹാനായ കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിതയെ അറബിയിലേക്കാക്കിയിട്ടുണ്ട്. ആഹാ അസഹറത്തും കം കതുകുന്തി സാഹിറത്തൻ മിസ്ലൽ മലീകത്തി ഫീ റഅ്സി റുദൽ ആലി അനഈമുൽ ഫർ നഈമുൽ ലർളി ഫനാ ലാ റൈബ ഐന ബിനാകിൽ യൗമ അസറുൻ ലിദിക്രിൽ ഹാലി എന്ന് തുടങ്ങുന്ന അറബിയിലൂടെ ഹസൻ കടന്നുമണ്ണ എന്നൊരു അറബി അധ്യാപകനാണ് കുമാരനാശാന്റെ വീണപൂവ് എന്ന കവിത അറബിയിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്കറിയാമല്ലോ, ബദറുൽ മുനീർ റസൂലുൽ ജമാൽ ഇപ്പോൾ അറബിയിലേക്ക് ഒരു മലയാളിയായ യുവ പണ്ഡിതൻ, ഒരു വാഫിയാണ് അത് അറബിയിലേക്ക് ആക്കിയത്. ഇങ്ങനെ അറബി ഭാഷ നിരന്തരം കൈകാര്യം ചെയ്യുകയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അടിക്കടി സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ ഈ അറബി അല്ലാത്ത നാട്ടിൽ, ഒരു അനറബി നാടായ ഇന്ത്യയിൽ അത്ര വലിയ സേവനങ്ങൾ നടത്തുന്നുവെന്നത് നമുക്കൊക്കെ അഭിമാനം പകരുന്നതാണ്. നാം മറന്നു പോകാൻ പാടില്ലാത്തതാണ്, നാം മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുകയും അവരുടെ പ്രവർത്തനത്തെ പഠന വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നാം ഓർമ്മിക്കുക, ഈ ഭാഷയെ നമ്മൾ കേവലം ഒരു ഗ്രന്ഥഭാഷ എന്നതിൽ നിന്ന് ഒരു സംസാര ഭാഷ എന്ന നിലയ്ക്ക്, ക്രയവിക്രയത്തിനുള്ള ഭാഷ എന്ന നിലയ്ക്കും ദൈനംദിന ജീവിതത്തിനുള്ള ഭാഷ എന്ന നിലയ്ക്കും ഇതിനെ വളർന്നു വരുന്ന ഈ തലമുറ തീർച്ചയായും പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം. സൗസിയയിലെ സദസ്സിൽ ഒരു വലിയ സന്തോഷമുള്ളത് ഒരു റെഡിമെയ്ഡ് സദസ്സാണെങ്കിലും ഈ സദസ്സ് വളർന്നു വരുന്ന, ചിന്തിക്കുന്ന, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു തലമുറയാണ് നിങ്ങൾ. അറബി ഭാഷയുമായുള്ള നിങ്ങളുടെ ബന്ധം തുടങ്ങി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ തുടക്കത്തിൽ തന്നെ ഈ ഭാഷയെ അത്തരത്തിൽ കാണാനും അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും, ഭാഷ എന്നത് നമുക്ക് എഴുത്തിനേക്കാൾ ഉപരി സംസാരിക്കാനും ആശയപ്രകടനത്തിനുള്ളതാവുന്ന ഓർമ്മയോടുകൂടി, ഓട്ടത്തോടുകൂടി ഭാഷയെ നമ്മൾ അത്തരത്തിൽ കാണുകയും പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറയായി വളർന്നു വരാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അറബി ഭാഷയുടെ ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രതിഭകളെ കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തില് അറബി ഭാഷയുടെ ചരിത്രത്തിൽ അതിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഏറ്റിക്കൊണ്ടു നടന്ന, ചുമലിൽ കൊണ്ടു നടന്ന ഒരുപാട് എഴുത്തുകാരും പണ്ഡിതന്മാരും ജീവിച്ച ഒരു കാലഘട്ടമാണ് അറബി ഭാഷയുടെ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം. അറബി ഭാഷ ചരിത്രത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അറബി ഭാഷയ്ക്ക് ഏതാണ്ട് ഒരു 10,000 വർഷത്തെ ചരിത്രമെന്ന് പറയണം. അറബി ഭാഷയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത് തന്നെ യാഹൂബ് ഇബ്നു ഖത്താൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽപ്പെട്ട ആളാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അറബി ഭാഷ സെമിറ്റിക് ഫാമിലിയാണ്. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ 3 മക്കൾ സാമ, ഹാമ, യാഫീസ്, ഇവർ 3 പേരും ലോകത്തിന്റെ 3 ഭാഗങ്ങളിലേക്കാണ്, പ്രളയാനന്തര ലോകത്തിൽ 3 ഭാഗങ്ങളിലേക്കാണ് ഇവർ പോയത്. അവർ 3 പേരും പോയി അവർ ഭൂമിയിലെ ഓരോ ഭാഗത്തോട് ജീവിതം ആരംഭിക്കുകയായിരുന്നു. ഹാമ വന്നത് തെക്കേ അമേരിക്കയുടെ ഭാഗത്തേക്കായിരുന്നെന്നും ഹാമ പോയത് ആഫ്രിക്കൻ ഭാഗത്തേക്കായിരുന്നെന്നും യാഫീസ് പോയിരുന്നത് വെസ്റ്റേൺ ഭാഗം
ഭാഗങ്ങളിലേക്ക്, പാശ്ചാത്യ നാടുകളിലേക്കുമായിരുന്നു. അങ്ങനെ അവിടെ അവരുടെ സന്താന പരമ്പരകൾ വളർന്നു വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതില് സാമ് വന്ന തെക്കൻ അറേബ്യൻ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അറബി ഭാഷയുടെ വളർച്ചയുണ്ടായത്. അതുകൊണ്ട് തന്നെ സാമിന്റെ മക്കൾ സംസാരിച്ച ഭാഷകൾ അവയെയാണ് സെമിറ്റിക് ഭാഷകൾ അഥവാ സാമിയ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ അപ്പോഴാണ് അറബിയുടെ പ്രായം ഏതാണ്ട് 10,000 വർഷത്തോളം ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയാൻ കാരണം. അങ്ങനെ അവർ ആ തലമുറ വളർന്നു വന്ന് ഏതാണ്ട് വ്യക്തമായ ചരിത്ര രേഖകളുള്ളത് ഇസ്ലാമിന് മുമ്പുള്ള ഒരു 150 വർഷമാണ്. അതിനാണ് അറബി സാഹിത്യ ചരിത്രത്തിൽ ജാഹിലിയ്യ കാലഘട്ടം എന്ന് പറയുന്നത്. അന്ന് മുതലേ ആ കാലഘട്ടം മുതലേ ലിഖിതമായ ചരിത്രമുള്ളൂ. അതിനു മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ ജനങ്ങളുടെ വാമൊഴിയിലൂടെ കേട്ടു വന്നതും ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിയാത്തതുമാണ്. എന്നാൽ ഇസ്ലാമിന് മുമ്പുള്ള 150 വർഷത്തെ ചരിത്രം അറബി സാഹിത്യത്തിലെ വ്യക്തമായ ചരിത്രമുള്ള കാലഘട്ടമാണ്. അതൊരു വല്ലാത്ത അത്ഭുതകരമായ സമയമായിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ ഏറ്റവും നാവിലെങ്കിലും നിർത്തിക്കഴിക്കുന്ന ഇമ്രുൽ ഖൈസും അമറുൽ കുൽസൂമും അതേപോലെ തന്നെ ഹൻസാവും അതേപോലുള്ള അബീസൽമയെ പോലുള്ള വലിയ വലിയ കവികൾ. ആ കാലഘട്ടത്തില് പ്രവാചകന് മുമ്പുള്ള കാലഘട്ടമാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള ഒരു 150 വർഷത്തെ കാലഘട്ടം. അന്ന് എഴുത്ത് സമ്പ്രദായമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലഘട്ടത്തിൽ ഖുറൈശികൾ എഴുത്തുവായന പറയുന്നവർ ആകെ വിരലിലെണ്ണാവുന്ന 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എഴുത്ത് പ്രചരിച്ചിട്ടില്ല. പക്ഷേ സാഹിത്യം ഊത്തുലഞ്ഞിരുന്നു. ഏത് സാഹിത്യം? കവിതാ രൂപത്തിലുള്ള സാഹിത്യം. കാരണം മനുഷ്യന് എഴുത്ത് വശമില്ലാത്തത് കൊണ്ട് അവന് കൈകാര്യം ചെയ്യാനും അവനെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും ഓർത്തിരിക്കാനും എളുപ്പം പാട്ടാണ്, കവിതയാണ്, ഷേഖറാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കവിത വല്ലാത്ത സ്വാധീനം ജനങ്ങളിൽ നേടിയിരുന്നു. ഒരു കവി ജനിച്ചാൽ ഒരു കുടുംബത്തിന് ഒരു വലിയ സംഭവമായി അവിടെ നിന്ന് കണ്ടിരുന്നു. അത്രേ ഏതൊക്കെ കുടുംബത്തിൽ ഏതെല്ലാം കവികളുണ്ടെന്നാണ് ആദ്യമായി നോക്കുക. ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതികമായ മാനദണ്ഡങ്ങൾ വേറെ പലതുമാണെങ്കിൽ അന്ന് ആൾക്കാരെ അന്വേഷിക്കുക, അവൻ നിന്റെ കുടുംബത്തിലെ കവിയാണ്, വലിയ വലിയ പ്രതാപം, വലിയ സ്ഥാനം. ഇങ്ങനെ കവികൾക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കവികൾക്ക് പുറകെ ജനങ്ങൾ ഇങ്ങനെ നടന്നിരുന്നു. എന്തിനാണ്? ഇയാൾ പറയുന്ന കവിതകളൊക്കെ ഏറ്റ് ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി. ഇങ്ങനെ കവികളും അവരുടെ റാബിമാരും കവികളും അത് ഏറ്റുപാടുന്ന അവരുടെ ശിങ്കിടികളും കൂടി അറേബ്യ ആകെ വലിയൊരു വല്ലാത്തൊരു പ്രകമ്പനം സൃഷ്ടിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലെ കവിതകളൊക്കെ വായിക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നും. സത്യത്തിൽ എത്ര നല്ല ശൈലിയും വല്ലാത്തൊരു ആകർഷണീയതയും ആരെയും പിടിച്ചിരുത്തുന്ന മാസ്മരികതയും ഭാഷാ പാഠവും ഒക്കെ ആ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കൃത്യമായി അന്നത്തെ കവിതകളിൽ കാണാൻ കഴിയുന്നുണ്ട്. തൊക്കാൽ എന്ന പേരിൽ അന്ന് ഒരു വലിയ എക്സിബിഷൻ നടന്നിരുന്നു. അറിയില്ലേ, തായ്ഫിനകത്തുള്ള തൊക്കാൽ എന്ന സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ അറബികൾ, നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ നമ്മുടെ എക്സിബിഷൻ പോലെ, ഇന്നത്തെ നമ്മുടെ മറ്റേ സാംസ്കാരിക പരിപാടികൾ പോലെ വർഷത്തിലൊന്ന് അവരെല്ലാവരും കൂടെ സമ്മേളിച്ചിരുന്നു. ആ സമ്മേളനത്തില് പ്രധാന ഇനം അവരുടെ വ്യവസായങ്ങൾ നടക്കും, കച്ചവടങ്ങൾ നടക്കും. ഓരോരുത്തരും അവരുടെ തൊഴിൽ വ്യവസായങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. വർഷത്തിലൊന്ന് നമ്മളൊക്കെ പണ്ട് ഹരിദ്ര പെരുന്നാൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് പോലെ വർഷത്തിലൊന്ന് ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിനോടൊപ്പം അവിടുത്തെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പ്രധാനമായ സാംസ്കാരിക ഇനമായിരുന്നു കവി അരങ്ങ് അല്ലെങ്കിൽ മുഷാറ. കവികളെല്ലാം വരും. പ്രധാനപ്പെട്ട കവികളൊക്കെ വന്നിട്ട് അവർ ആ കാലഘട്ടത്തിൽ രചിച്ചിട്ടുള്ള കവിതകൾ ചൊല്ലും. അതിനൊക്കെ വിധി പറയാൻ അവിടെ നാദിമത്ത് സുബിയാനി എന്നൊരു വലിയ ഇരുത്തം വന്ന കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ സ്റ്റേജൊക്കെ കൊടുത്തിട്ട് അതിലിരുത്തും. അവിടെ വന്നിട്ട് ഇമ്രുൽ ഖൈസും അതേപോലെ തന്നെ സുഹൈബുൽ അമീസറിനെയും അമറുൽ കുൽസൂമും അതേപോലുള്ള കവികളൊക്കെ വന്നിട്ട് അവിടെ കവിതകൾ ചൊല്ലും. കവിതകൾ ചൊല്ലുമ്പോൾ ജനങ്ങളിങ്ങനെ ആർത്ത് വളർന്നു വയ്ക്കും. നമുക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. മലയാളം കവിത കേട്ടാല് നമ്മൾ ശില പോലെ കല്ലുപോലെ ഉറച്ചിരിക്കുകയുള്ളൂ. നമ്മൾ വടക്കേന്ത്യയിൽ പോയാൽ കാണാം മുഷാറയുടെ അരങ്ങ്
ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ അലിയുടെ നെറ്റിമാരോട് ചോദിച്ചാൽ പ്രത്യേകിച്ച് അറിയാം. മുഷാറ എന്ന് പറഞ്ഞാല് കോളേജിൽ നഗരാന്റെ കണ്ണം വെട്ടിച്ചിട്ട് നേരത്തെ കാലത്ത് ഇറങ്ങിപ്പോയിട്ട് വെളുപ്പാൻ കാലത്ത് തിരിച്ചു വരുന്ന ഒരു സംഭവമാണ്. മുഷാറ കവിയരം എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു സംഭവമാണ്. എത്ര കേട്ടാൽ മതി. കവിത വരുന്നു, കവിത ചൊല്ലുന്നു, ശബ്ദം ആരോ അവരുടെയൊക്കെ ഭാഷയിൽ എനിക്ക് തോന്നുന്നത് അവിടെയൊക്കെ വീട്ടിൽ നിന്ന് കവിത ഒരു കത്ത് വന്നാൽ 4 കവിത ഉണ്ടാകും. ഉറുദുക്കാരെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ലെറ്റർ വന്നാൽ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു 4 കവിത ഉണ്ടാകും. അവിടെ പ്രസംഗങ്ങളിലും അവിടെ എല്ലാ പരിപാടികളിലും അല്ലെ കവിത വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മൾ മലയാളികളായിട്ട് നമുക്ക് ഒരു 4 കവിത കാണാതെ അറിയാവുന്നവർ എത്ര പേരുണ്ട്? കവിത നിരന്തരമായി ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി ടീച്ചറെ പേടിച്ച് കുറച്ച് കവിത പഠിച്ചു എന്നല്ലാതെ മലയാളം നമ്മുടെ മനസ്സിനെ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഉറുദു ഭാഷയ്ക്ക് പ്രത്യേക മാധുര്യമുണ്ട്. അതൊരു സരളമായ ലളിതമായ ഒരു ഭാഷയാണ്. അതിന്റെ ഒരു വല്ലാത്ത പ്രത്യേകത സാഹിത്യ ഭാഷയെന്നും സംസാര ഭാഷയെന്നും 2 തരം അതില്ല, എല്ലാം ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷയായതുകൊണ്ടാവാം കവിയരങ്ങ് അന്നത്തെ ഒരു വലിയ സംഭവമായിരുന്നു. ഇതേപോലെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നൂറുകേശിന്റെ കാലഘട്ടത്തിൽ വലിയ കവിയരങ്ങ് നടക്കുമായിരുന്നു. കാവിൽ അവിടെ വന്ന് ഇങ്ങനെ കവിതകൾ ചൊല്ലും കവികളൊക്കെ ഞങ്ങൾക്ക് നല്ല കവിതയല്ല, തെരഞ്ഞെടുക്കപ്പെടുന്ന കവിതകളെ അവയെ സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ ആ കവിതകളൊക്കെ കഅബയിൽ കെട്ടിത്തൂക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു. അങ്ങനെ കഅബയിൽ കെട്ടിത്തൂക്കപ്പെട്ട കവിതകൾക്ക് വാരിലക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെന്നും ചരിത്രത്തിൽ കാണാം. വല്ലാത്ത കവിതകൾ. ഇക്കാലത്തിൽ ഏറ്റവും അധികം ആകർഷിച്ചത് അംറുബിൻ കുൽസൂം എന്നൊരു കവി ഉണ്ടായിരുന്നു. ഉറുദുവിന്റെ കവിതകൾ വളരെ മനോഹരമാണ്. എന്നൊക്കെ തുടങ്ങുന്ന കവിതകളൊക്കെ വളരെ രസകരമാണ്. പക്ഷെ അംറുബിൻ കുൽസൂമിന്റെ കവിത ഒരു വല്ലാത്ത ആവേശം ഉണ്ടാക്കുന്ന കവിതയാണ്. ആ കവിതയിലാണ് അന്നത്തെ ആ സാഹിത്യത്തിന്റെ ഒരു എത്രത്തോളം ലളിതമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു എന്നൊരു ഉദാഹരണം കാണാം. കള്ളുഷാപ്പിൽ വെച്ച് മദ്യം വിളമ്പുമ്പോഴേ വലതുവശത്ത് നിന്ന് വിളമ്പിയില്ല എന്ന് പറഞ്ഞ കോളുണ്ടായി. വലതുവശം നല്ല വിളമ്പേണ്ടത്, ഇടതുവശത്ത് വിളമ്പിയില്ല എന്ന് പറഞ്ഞ് ഒരു സാധാരണ ഒരു ലളിതമായ വർണ്ണന. ഞാനത് കേട്ടു പോകുന്നത് ഈ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് വന്നു സന്ധി കേട്ട് നടക്കുന്ന ഒരു പ്രസംഗം കേട്ടു. അപ്പൊ ഇവിടെ ഏതോ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അവരെ കുറിച്ച് എതിർ സ്ഥാനാർത്ഥികൾ എതിർ പാർട്ടിയുടെ ആൾക്കാർ പ്രചരിപ്പിച്ചത് അവർ കശാപ്പുകാരാണെന്ന് പറഞ്ഞു. ഒരു കശാപ്പുകാരാണ്, അതുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നത് ശരിയല്ല, ഒരു വിതരണം ഉണ്ടായിട്ട്. അപ്പൊ പാർട്ടി മറുപടിയായിട്ട് പ്രത്യേകിച്ച് അവരാണ് കശാപ്പല്ലേല്ലോ ഷാപ്പല്ലല്ലോ എന്നതുപോലെ സബിന്ദിൽ നീ കപ്പെന്താണ് ഞങ്ങളുടെ ഭാഗത്ത് വലതുവശം തുടങ്ങാതെ ഇടതുവശം നാളെ വാർത്തയിൽ ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയ ഒരു സംഭവം ഈ അംറുബിൻ കുൽസൂമിന്റെ കവിതയിൽ കാണാൻ കഴിയുന്നത്. വലിയ മുദ്രാവാക്യം പോലെ ആവേശം പോലെ ചൊല്ലാൻ പറ്റുന്ന കവിതകളാണ്. ഇതാ വലകൾ വിഭവം സുഖീയും ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾ ആരാണെന്ന്? ഞങ്ങളുടെ പിള്ളേരുടെ പാലുകൂടി മാറി കഴിയുമ്പോഴത്തേക്ക് രാജാക്കന്മാർ പോലും അവരുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യും എന്ന് പറഞ്ഞു. കരയിൽ മുഴുവൻ ഞങ്ങളുടെ പട്ടാളമാണ്, കടൽ വെള്ളത്തിൽ മുഴുവൻ ഞങ്ങളുടെ കപ്പലുകളാണ്. ഞങ്ങളെ കുറിച്ച് അറിയണമെന്ന് ചോദിച്ചു നോക്കൂ. ഞങ്ങൾ വെള്ളക്കൊടികളുമായി യുദ്ധത്തിൽ പോകും. തിരിച്ചു വരുമ്പോൾ ആ കൊടികളെല്ലാം ചുവന്നിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ശത്രുക്കളുടെ ചോരയിൽ മുക്കിയ കൊടികളും കൊണ്ടാണ്, ചുവന്ന കൊടികൾ തെറ്റിദ്ധരിക്കല്ല, ചുവന്ന കൊടിയും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വരിക. കഴിഞ്ഞില്ല. ഞങ്ങളോട് ആരെങ്കിലും വിവരക്കേട് കാണിച്ചാൽ, ഞങ്ങളെ ആരെങ്കിലും പൊട്ടനാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വലിയ പൊട്ടന്മാരാണ് കേട്ടോ, കഴിക്കാൻ നിൽക്കേണ്ട എന്ന് അംറുബിൻ കുൽസൂം അറിവുകളോട് വിളിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു,
ഞങ്ങൾ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നവരാണോ, മറ്റുള്ളവർക്ക് കുടിക്കുന്നത് കലക്കലും ചെളിയുമാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വളർന്ന നല്ല കുടുംബത്തിൽ വളർന്ന ആൾക്കാരെന്ന ആ കുടുംബ മഹിമയും ഫഹറും പൊങ്ങച്ചവും അഹങ്കാരവും എല്ലാം കൂടി വായ്പ തരിക്കൊണ്ട് വായ്മയിൽ തന്നെ ഈ യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു കവിത അബ്ദുൽ ഖുസ്മിന്റെ കവിതയിൽ കാണാം. ഇതൊരു ഉദാഹരണമാണെങ്കിൽ ഇതേപോലെ വളരെ കവിതയുടെയും അന്ന് കവിതയുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ സാഹിത്യത്തിൽ കവിതയുള്ളൂ, ഇങ്ങനെയുള്ള അത്ഭുതകരമായ കവിതകൾ സൃഷ്ടിച്ചുകൊണ്ട് സാഹിത്യ രംഗത്തെ പിടിച്ചു കുലുക്കിയ അധികാരന്മാരുടെ കാലമാണ് ഒരു 150 വർഷത്തെ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നത് അൽ അസ്റുൽ ഇസ്ലാമി, നമ്മുടെ കാലഘട്ടമാണ്, ഇസ്ലാമിന്റെ കാലഘട്ടമാണ്. അസ്റുൽ ഇസ്ലാമിലേക്ക് അതിനെ വീണ്ടും ചരിത്രകാരന്മാർ അൽ അസ്റുൽ അമവി കാലഘട്ടമെന്നും അൽ അസ്റുൽ അബ്ബാസി കാലഘട്ടമെന്നൊക്കെ വകതിരിക്കുന്നുണ്ട്. എങ്കിലും സൗകര്യത്തിന് നമുക്ക് അൽ അസ്റുൽ ഇസ്ലാമി എന്ന ഒറ്റ ടൈറ്റിൽ പറഞ്ഞാൽ ഇസ്ലാമിക കാലഘട്ടം, അറബി ഭാഷയുടെ വളർച്ചയുടെ, അറബി സാഹിത്യത്തിന്റെ വളർച്ചയുടെ ഇസ്ലാമിക കാലഘട്ടം. അത് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ കാലഘട്ടമായിരുന്നു, വലിയ മാറ്റം ഉണ്ടാക്കിയ കാലഘട്ടമായിരുന്നു. കാരണം അതേപോലെ സാഹിത്യം മദ്യത്തെയും യുദ്ധത്തെയും പെണ്ണിനെയും കുറിച്ച് മാത്രം പാടിയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് സാഹിത്യത്തിന്റെ സബ്ജക്റ്റുകളൊക്കെ മാറി, അതിന്റെ അളവും പിടിയും ആകെ മാറി. അതെല്ലാം സമൂഹത്തിന്റെ നിർമ്മാണത്തിനും പുനഃസൃഷ്ടിക്കും ഹിദായത്തിനും കൊടുക്കുന്ന ഒരു സംരംഭമായി, ഒരു മാധ്യമമായി സാഹിത്യത്തെ മാറ്റിയെടുക്കപ്പെട്ട കാലഘട്ടമായിരുന്നു ഇസ്ലാമിന്റെ കാലഘട്ടം. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ അവതരിച്ചു. അതോടുകൂടി തന്നെ അറബി ഭാഷയുടെ വളർച്ചയ്ക്ക് വലിയൊരു തുടക്കമായി. പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ അറബി ഭാഷയിൽ എത്രയോ വിജ്ഞാനങ്ങൾ വന്നു. ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് തഫ്സീർ വന്നു. അതിന്റെ പ്രധാനപ്പെട്ട പദങ്ങളുടെ വിശദീകരണങ്ങൾക്ക് വേണ്ടി തഅ്വീൽ വന്നു. അതേപോലെ തന്നെ തഫ്സീറുൽ മുഫസ്സിരീങ്ങളുടെ ചരിത്രം വന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ. പിന്നീട് ഹദീസുമായി ബന്ധപ്പെട്ട് ഹദീസിന്റെ മത്തിനിന്റെ വിജ്ഞാനം, അതേപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള വിജ്ഞാനം, റിപ്പോർട്ടർമാരുടെ അറബി ഹദീസ് റിപ്പോർട്ട് ചെയ്ത അറബി സനദിന്റെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ ജീവചരിത്രം എത്ര വലിയൊരു മഹാസാഗരത്തിനാണ് ഹദീസിലൂടെ, വിജ്ഞാനത്തിനാണ് വാദത്ത് വന്നിട്ടത്. ഖുർആനിലൂടെ, ഹദീസിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഉപദേശങ്ങളിലൂടെ, സഹാബാക്കളുടെ പ്രവർത്തനങ്ങളിലൂടെ, ഖുലഫാഉ റാഷിദീങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം തന്നെ അറബി ഭാഷാ സാഹിത്യത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. നമുക്കറിയാം ഏറ്റവും നല്ല പ്രസംഗം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവെ പറയുക ഷേക്സ്പിയറിന്റെ നാടകത്തിലെ മാർക്ക് ആന്റണിയുടെ പ്രസംഗം എന്നാ പറയുക. മാർക്ക് ആന്റണിയുടെ പ്രസംഗം കേട്ടിട്ട് ജനങ്ങൾക്ക് മാറ്റം വന്നു. യൂട്യൂബ് റൂട്ടസ് എന്ന് ചോദിച്ചപ്പോൾ ജനങ്ങളാകെ ഇളകി വശായെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അനുഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരൊറ്റ പ്രസംഗം മതി സാഹിത്യത്തിന് സമൂഹത്തിനുണ്ടാകുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ പ്രവാചകൻ ബന്ധപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഞാനവരെ വാളെടുത്ത് കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജ്വലിച്ചു നിന്ന ഉമർ, അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാൻ കരുത്തില്ലാതെ പഞ്ചപുച്ഛം അടക്കുന്ന സഹാബാക്കൾ ഈ സദസ്സിലേക്കായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. എന്നിട്ട് അദ്ദേഹം പ്രവാചകന്റെ ആ ശരീരം പോയി നോക്കിയിട്ട് ആ മുഖത്തുണ്ടായിരുന്ന തുണിയൊന്ന് മാറ്റിയിട്ട് പരിശുദ്ധമായ ആ മുഖം ഒന്ന് ദർശിച്ചിട്ട് തിരിച്ചുവൻ പറയുന്നുണ്ട്, ജനങ്ങളെ മുഹമ്മദൻ ഇല്ല റസൂലും എന്താ അതാണ് സഹോദരൻ ജനങ്ങളെ മുഹമ്മദൻ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിനൊന്നും ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ആശയങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണോ? ഇതിലുള്ള വളരെ ശ്രദ്ധേയമായ പ്രസംഗമായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ്
റളിയല്ലാഹുവിന്റെ ആ പ്രസംഗം അറബി സാഹിത്യത്തിലെ നെറ്റിപ്പട്ടം കെട്ടി സൂക്ഷിക്കേണ്ട പ്രസംഗമാണ്. വലിയ സാഹിത്യത്തിന്റെ മൂല്യത്തിൽ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന വാചകങ്ങളായിരുന്നു. ഇങ്ങനെ അസ്റുൽ ഇസ്ലാമിയിൽ ഖുർആനിലൂടെ, ഹദീസിലൂടെ, പ്രവാചകന്റെ ഉപദേശങ്ങളിലൂടെ, സഹാബാക്കളുടെയും ഭരണാധികാരികളുടെയും എഴുത്തുകുത്തുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ അറബി സാഹിത്യം ശക്തമായ വളർച്ച, അത്ഭുതകരമായ വികാസം നേടി വളരെ വലിയൊരു വൈജ്ഞാനിക ശാഖയ്ക്ക് രൂപം നൽകപ്പെട്ട കാലഘട്ടമായിരുന്നു ഇസ്ലാമിക കാലഘട്ടം. അങ്ങനെ ഇസ്ലാമിയും അസ്റുൽ അമവിയും കഴിഞ്ഞു വന്ന അൽ അസ്റുൽ അബ്ബാസി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, അബ്ബാസികളുടെ കാലഘട്ടം, അത് അറബി സാഹിത്യത്തിലെ അൽ അസ്റുൽ ദഹബി എന്നാണ് പറയുന്നത്. അറബി സാഹിത്യത്തിലെ സുവർണ്ണ കാലഘട്ടം. അറബി ഭാഷയിൽ ഇത്രമാത്രം സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും വികാസമുണ്ടായ ഒരു കാലഘട്ടം മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. അത്ര വലിയ മാറ്റമായിരുന്നു. കാരണം കവിതയിലാണെങ്കിൽ വളരെ മുടിചൂടാമന്മാരായ കവികൾ, എഴുത്തുകാർ, പ്രസംഗർ, ലേഖകന്മാർ, നാടകങ്ങൾ എഴുതുന്നവർ, അതേപോലെ തന്നെ സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും വളരെ വലിയ സ്വാധീനം ചെലുത്തിയ കവികളും സാഹിത്യകാരന്മാരും കാലഘട്ടമായിരുന്നു.